നാളെ രാവിലെ ഒരുപക്ഷെ ഏറ്റവും ആദ്യത്തെ ഐറ്റമായി തന്നെ ഈ CMRL ഹർജി പരിഗണിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. CMRL മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യം ഒന്ന്, തങ്ങളുടെ വാദം കൃത്യമായി തന്നെ സിംഗിൾ ബെഞ്ച് കേട്ടില്ല. പല കാര്യങ്ങളിലും തങ്ങൾ ഉന്നയിച്ച വാദങ്ങൾ അടിസ്ഥാനമില്ല എന്ന് പറഞ്ഞ് അകാരണമായി തള്ളുകയായിരുന്നു സിംഗിൾ ബെഞ്ച് ചെയ്തത്. അതോടൊപ്പം തന്നെ ഈ ഡിവിഷൻ ബെഞ്ചിൽ നൽകിയിട്ടുള്ള അപ്പീലിൽ വാദം കേൾക്കുന്നതിന് മുന്നോടിയായി നിലവിൽ സിംഗിൾ ബെഞ്ച് തള്ളിയ അല്ലെങ്കിൽ അന്വേഷണം തുടരാമെന്ന് പുറപ്പെടുവിച്ച ഉത്തരവ് അത് സ്റ്റേ ചെയ്തുകൊണ്ട് വേണം തങ്ങളുടെ ഈ ഡിവിഷൻ ബെഞ്ചിൽ നൽകിയിട്ടുള്ള ഈ അപ്പീൽ ഹർജി കേൾക്കാൻ തുടങ്ങിയ വാദങ്ങളൊക്കെ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഗുരുതരമായ നീതി നിഷേധം നടന്നുവെന്നാണ് CMRL വ്യക്തമാക്കുന്നത്. പക്ഷേ CMRLന്റെ ഈ അപ്പീൽ ഹർജിയെ പൂർണ്ണമായും എതിർക്കാൻ തന്നെയാണ് EDയുടെ തീരുമാനം. കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയിട്ടുള്ള റെയ്ഡിന്റെ വിശദാംശങ്ങൾ സീൽഡ് കവറിൽ നാളെ കോടതിയെ അറിയിക്കും. അതായത് അങ്ങേയറ്റം ഗൗരവ സ്വഭാവമുള്ളൊരു കേസാണെന്ന് ഡിവിഷൻ ബെഞ്ചിനെ കൂടി ബോധ്യപ്പെടുത്താനുള്ള ശ്രമം EDയുടെ ഭാഗത്തുണ്ടാകും. ഒപ്പം തന്നെ അവിടെ നടന്ന ഈ സംഭവ വികാസങ്ങൾ, പ്രത്യേകിച്ച് ED ഉദ്യോഗസ്ഥർക്ക് നേരെ ഉണ്ടായിരുന്ന ആക്രമണങ്ങൾ, അതിന്റെ വിശദാംശങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ ഇന്നലെ ഇപ്പോൾ അവിടുത്തെ കോടതിയുടെ ഈ ജാമ്യം തള്ളിയ കോടതിയുടെ ഉത്തരവടക്കം പുറത്തു വന്നിട്ടുണ്ട്. ഒരു പക്ഷേ അക്കാര്യങ്ങളടക്കം രാജ്യത്തിനെതിരെയുള്ള കുറ്റകൃത്യം എന്നാണ് കോടതി പറഞ്ഞത്. അക്കാര്യങ്ങളടക്കം ഡിവിഷൻ ബെഞ്ചിൽ നാളെ ED ഉന്നയിക്കും. അതായത് ഒരു സ്റ്റേയോ അതല്ലെങ്കിൽ ഈ CMRLന്റെ അപ്പീലോ അനുവദിക്കരുത് എന്നുള്ളതാണ് EDയുടെ ആവശ്യം. കാരണം അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് അനിവാര്യതയാണ്. SFIO അന്വേഷണം നടക്കുന്നുണ്ടെങ്കിലും ആ അന്വേഷണത്തിന്റെ സ്വഭാവമല്ല ഞങ്ങളുടെ അന്വേഷണത്തിനുള്ളത്. ഞങ്ങൾ കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നിട്ടുണ്ടോ എന്ന കാര്യമാണ് പരിശോധിക്കുന്നത്. പ്രാഥമികമായ പരിശോധനയിൽ ചില സൂചനകൾ ലഭിച്ചിട്ടുണ്ട്. പ്രഥമ ദൃഷ്ടിയാൽ PMLA നിലനിൽക്കുമെന്ന് സിംഗിൾ ബെഞ്ച് പറഞ്ഞിട്ടുണ്ട്. തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആയിരിക്കും ഉറപ്പായും നാളെ ED പറയാൻ പോകുന്നത്. അതിൽ നാളെ കോടതി ഒരു ഈ സിംഗിൾ ബെഞ്ച് ഉത്തരവ് സ്റ്റേ ചെയ്തിട്ട് ബാക്കി തുടർ വാദങ്ങൾ കേൾക്കാം എന്ന് പറയുകയാണെങ്കിൽ അത് CMRLന്റെ ഒരു ആശ്വാസമായിരിക്കും. അതല്ലാതെ പിന്നീട് അല്ലെങ്കിൽ സ്റ്റേ ഉണ്ടായില്ലെങ്കിൽ അത് EDക്ക് ഒരു മേൽക്കൈ ഉണ്ടാവും. ED അടുത്ത നടപടിയിലേക്ക് കിടക്കും. അതായത് T വീണയ്ക്ക് നോട്ടീസ് നൽകുന്ന അടക്കമുള്ള നടപടിയിലേക്ക്, അങ്ങനെ ഈ കോടതിയുടെ നിലപാട് അറിഞ്ഞ ശേഷം നടപടിയിലേക്ക് കടക്കാമെന്നാണ് ED പ്രതീക്ഷിക്കുന്നത്.